ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം. നിരപ്പിക്കും. സ്തോത്രം. മലാക്കി പ്രവചനത്തിൻ്റെ പ്രവചന പുസ്തകങ്ങളുടെ ഒടുവിലത്തെ പുസ്തകമെന്ന് വേണമെങ്കിൽ നമുക്ക് രചനാപരമായിട്ട് വിശേഷിപ്പിക്കാവുന്നൊരു പുസ്തകമാണ് മലാക്കി പ്രവചനത്തോടു കൂടെ പഴയ നിയമ എഴുത്തുകൾ അവസാനിക്കുന്നു. പിന്നീടുള്ള 400 വർഷം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രവചനങ്ങളോ തിരുവെഴുത്തുകളോ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത കാലഘട്ടമാണ്. പിന്നെ മത്തായി സുവിശേഷമാണ് നമ്മൾ പുസ്തകത്തിൽ തുടങ്ങുന്നത്. ഈ കാലഘട്ടത്തിലെ ഒരു അവസാനത്തെ പ്രവചനം എന്നപോലെ മലാക്കി പ്രവചിക്കുന്ന പല വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അന്ത്യകാല വിഷയങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം. മലാക്കി പ്രവചനം വളരെ സവിശേഷമാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിരവധിയാണ്. അതിലിപ്പോൾ നമ്മൾ വായിച്ചതും അത് തന്നെയാണ്. അപ്പന്മാരെ ഹൃദയം മക്കളോടൊക്കെ നിരപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിനോടുള്ള പ്രവചനമാണ്, പ്രാവചനിക വിഷയങ്ങൾ തന്നെയാണ്. മലാക്കി പ്രവചനം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നിരവധി വാക്യങ്ങൾ ഈ മലാക്കി പ്രവചനത്തിലുണ്ട്. വളരെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന പ്രവചനങ്ങൾ നിറഞ്ഞതാണ് മലാക്കി പ്രവചനം. നമുക്കറിയാം, പല വിഷയങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് പ്രവാചകന്മാരെ കാണുകയും പ്രവചനങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ്. പ്രവചനം അതിനകത്ത് വളരെ ഒരു ശക്തിയുണ്ട്. പ്രവചനം നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുന്ന, ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ ധൈര്യപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണെന്ന് പ്രവചനം കേൾക്കുമ്പോൾ നമ്മൾക്കൊരു നല്ല ധൈര്യമുണ്ടാകും, ഒരു ബലമുണ്ടാകും. എത്ര ക്ഷീണിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും ഭാവിയെക്കുറിച്ചുള്ളതായ ഒരാലോചന കേൾക്കുമ്പോൾ അത് വളരെ അവരെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവചനങ്ങൾക്ക് അന്നും ഇന്നും വളരെ പ്രസക്തിയുണ്ട്. സഭ വളരുന്നു, സഭ വളർന്ന് തളർന്നു പോകാതെ സഭ ഇത്രത്തോളം വളർന്നതിനകത്ത് പ്രവാചകന്മാർക്ക് വലിയ പങ്കുണ്ട്, അല്ലേ? നമുക്ക് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് സഭയ്ക്കകത്താക്കി വെച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്, പ്രധാനപ്പെട്ട 5 ആളുകളുണ്ട്. അതിൽ ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് പ്രവാചകന്മാർ. അപ്പോൾ സഭയ്ക്കകത്ത് പ്രവാചകന്മാരെ നീക്കിയെന്നല്ല, പ്രവാചകന്മാരെ ആക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ പ്രവാചകന്മാർ അത് നമുക്ക് ആവശ്യമുള്ളൊരു ഘടകമാണ്. പ്രവചനം വളരെ അധികം ഫലപ്രദമായ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ സുവിശേഷകന്മാർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാവരും സഭയ്ക്കകത്തുണ്ട്. പ്രധാനപ്പെട്ട 5 ഗ്രൂപ്പുണ്ട്. ഈ 5 ഗ്രൂപ്പിലുള്ള ആളുകളും സഭയ്ക്കുള്ളത് വളരെ പ്രയോജനമാണ്. അത് സഭയ്ക്ക് വളരെയധികം അനുഗ്രഹമാണവർ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തവർ വേണം ശുശ്രൂഷ ചെയ്യാൻ. ഇടയൻ്റെ ശുശ്രൂഷ ഇടയൻ ചെയ്യണം. ഉപദേഷ്ടാവായി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷ അദ്ദേഹം അത് ചെയ്യണം. അപ്പോസ്തലനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോസ്തോലിക ശുശ്രൂഷ അദ്ദേഹം ചെയ്യണം, അല്ലേ? അങ്ങനെ ആ കാര്യങ്ങൾ ക്രമമായി അവർ ചെയ്താലൊരു കുഴപ്പമില്ല. എന്നാൽ ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ ആളുകൾ മറ്റുള്ളവരോട് എടുത്ത് ചെയ്യുന്നുണ്ട്, അല്ലേ? തന്നെയല്ല, എല്ലാത്തിനും എന്തുണ്ട്? വ്യാജമായ കാര്യങ്ങൾ ഉണ്ട്, അല്ലേ? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം വരെ കിട്ടുന്നവർ. അപ്പോൾ എല്ലാത്തിനും സ്വീകാര്യത കൂടുതൽ കിട്ടുന്ന, ബഹുമാനം കൂടുതൽ കിട്ടുന്ന, ആദരവ് കൂടുതൽ കിട്ടുന്ന, വരുമാനം കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളിലേക്കൊക്കെ വിളിയില്ലാത്തവർ, അതിനായി നിയോഗിക്കപ്പെട്ടിട്ടില്ലാത്തവർ, ദൈവം സഭയിൽ അതിനാക്കിയിട്ടില്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്? കയറുന്നുണ്ട്, അല്ലേ? വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധി, അല്ലേ? ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി ഇടയന്മാർ, ഒത്തിരി ഉപദേഷ്ടാക്കന്മാർ, അപ്പോസ്തലന്മാര് കുറവാണെങ്കിൽ പോലും ഒത്തിരി ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അപ്പോസ്തലന്മാരും ഉണ്ട്. എല്ലാം വ്യാജമുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതെല്ലാം
വളരെ പ്രയോജനം ചെയ്യുന്നത് അവർക്ക് വ്യക്തിപരമായി പ്രയോജനം ചെയ്യുന്നതാണ്. സഭയുടെ പ്രയോജനത്തെക്കാൾ വ്യക്തിപരമായി അവർക്ക് പ്രയോജനം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവരതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് വിവേചിച്ച് ഇവരെല്ലാം നേരിടാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും, അവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ മലാക്കി പ്രവാചകൻ, പഴയതിലെ പല പ്രവാചകന്മാരും അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. നെഹമ്യാന്റെ പുസ്തകത്തിലൊക്കെ കള്ളപ്രവാചകന്മാരെയും പ്രവാചകിമാരെയും കാണാൻ പറ്റും, ഇല്ലേ? വെളിപ്പാടിലെ സഭകൾക്കകത്തൊക്കെ ആരുണ്ട്? കള്ളപ്രവാചകന്മാരും പ്രവാചകിമാരുമുണ്ട്. പ്രവാചകയുടെ കൂടെയുള്ള പ്രവാചകന്മാരെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം തന്നെ നിരവധി പ്രവാചകന്മാര്, കള്ളപ്രവാചകന്മാര്, നല്ല പ്രവാചകന്മാര്, ദീർഘദർശനം നല്ല പോലെ പറയുന്നവര് ഉണ്ട്. സ്തോത്രം. അപ്പോൾ മലാക്കി ഇവിടെ ഫൈനലായിട്ട് പറഞ്ഞു നിർത്തുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മലാക്കി തൻ്റെ പ്രവചനത്തിൽ പറയുന്നു. സ്തോത്രം. നമ്മളെ ഇവിടെ എല്ലാം കൂടെ ഒന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി ദൈവകൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. ഈ ലോക ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ നിൽക്കണമെന്നാണ് മലാക്കി പ്രവാചകൻ പറയുന്നത്. മലാക്കി പ്രവാചകത്തിനകത്ത് ഭാവികാല കാര്യങ്ങൾ, അല്ലെ ഇന്നത്തെ കാലം, സഭയുടെ കാലം, ഈ കാലഘട്ടത്തെക്കുറിച്ച് ചില പ്രവചനങ്ങളുണ്ട്. അതിനകത്ത് ഒത്തിരി ആശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് എപ്പോഴും അറിയാവുന്ന ചില കാര്യങ്ങൾ, നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. 3-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 16-17 വാക്യങ്ങൾ. 3-ാം അധ്യായം 16-17 വാക്യം. പ്രവാചകൻ പറയുകയാണ്, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അടുത്ത വാക്യം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ എന്ത് ചെയ്യും? ആദരിക്കും. വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യം. ആ തമിഴിൽ വാസിക്കും ബ്രദർ. 3:17. சமூகத்தை நான் சேர்க்கும் நாடிலே அவர்கள் என்னுடையவர்களாய் இருப்பார்கள் என்று சேனைகளின் கர்த்தர் சொல்கிறார். ஒரு மனுஷன் தனக்கு ஊழியம் செய்கிற தன்னுடைய குமாரனை கடாட்சிக்கிறது போல நான் அவர்களை கடாட்சிப்பேன். തന്നുടെ കുമാരനെ കടാക്ഷിച്ചതുപോലെ ഞാൻ അവരെ കടാക്ഷിപ്പേൻ എഴുതിയിരിക്കുന്നു, ഇല്ലേ? സ്തോത്രം. എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് പുറകിലത്തെ വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലേ? മലാക്കി 3:14 വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാകും. ഇവർ പറയുകയാണ് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. മലാക്കി പ്രവചനത്തിൽ പല ചോദ്യങ്ങളും പല ഉത്തരങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ ഒരു കാര്യം ഇവർ ദൈവത്തോട് പറയുകയാണ്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിനാൽ എന്ത് പ്രയോജനം? കേട്ടോ, ഇവിടെ ഒരു പ്രതിസന്ധിയാണ് അവരെ, ആ ജനത്തിന്റെ പ്രതിസന്ധി. മലാക്കി ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അവരെ ആ ജനത്തിനിടെ നീതിമാന്മാരായ ഭക്തന്മാരായ ദൈവഭയമുള്ള ചിലർക്ക് നേരിട്ട ഒരു പ്രതിസന്ധിയാണ്. അത് ഇന്നുമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും ഈ ഒരു പ്രതിസന്ധി ഉണ്ട്, ഒരു ക്രൈസിസ് ആണ്. എന്താണെന്നറിയാമോ? ഭക്തരായിട്ട് ജീവിക്കുന്നു, അല്ലേ? വളരെ ഭക്തരായിട്ട് ജീവിക്കുന്നു. എന്നാൽ ഭൗതികമായി ലോകപ്രകാരം ഒരു വേണ്ടത്ര മെച്ചമില്ല. എന്നാൽ ഈ ആത്മീയരെന്ന് പറഞ്ഞ അകത്ത് വന്ന് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന പലരും അവരങ്ങനെ നടിക്കുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കെന്തുണ്ട്? മേന്മയുണ്ട്, മെച്ചമുണ്ട്. അപ്പോൾ വളരെ ഭക്തിയോടെ ദൈവഭയത്തോടെ ജീവിച്ച ഒരാൾ
അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നലുണ്ടായിട്ട് ചോദിക്കുന്ന ചോദ്യമായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ക്രൈസിസ്, ഈ പ്രയാസം ഈ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ ആള് അനുഗ്രഹം വാങ്ങാൻ, നന്മ പ്രാപിക്കാൻ വേണ്ടി സഭയ്ക്കകത്ത് വന്നതുകൊണ്ടാണ് ഈ ചോദ്യം വന്നതും ഈ ക്രൈസിസ് ഉണ്ടായതും ഈ പരിഭവം എല്ലാം ദൈവത്തോട് പറയുന്നത് അല്ലേ? അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ വരുമോ? ദൈവത്തെ സ്നേഹിച്ചിട്ട്, ദൈവത്തെ മാനിച്ചിട്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഒരാൾ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ചില നന്മകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നീതിമാനായിരിക്കുന്ന വലിയ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് ഗണത്തിലാണെന്ന് ചിന്തിക്കണം. ഞാൻ ദൈവത്തെ സേവിക്കുന്നു, ഭക്തനായിരിക്കുന്നു, നീതിമാനായിരിക്കുന്നു, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാകണമെന്ന് വാശി പിടിക്കുന്നവർക്ക് എന്തുണ്ടാകാം? ഇതേ ക്രൈസിസ് ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഞാനതൊന്ന് വിശദീകരിക്കാം. വളരെ പരമഭക്തനായി വിശുദ്ധിയിലും വേർപാടിലും ദൈവഭയത്തിലും താൻ ജീവിക്കുക, തൻ്റെ മക്കളെ അങ്ങനെ വളർത്തുകയും ചെയ്ത് സഭയ്ക്കകത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ ദൈവത്തോട് പിറുപിറുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അയാൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനുള്ള പ്രേരണ പിന്നീട് അയാൾക്ക് ലഭിച്ചു അല്ലേ? അയാൾ ആദ്യം ഇറങ്ങിയപ്പോൾ അങ്ങനൊന്നും ഇല്ലായിരിക്കാം അല്ലേ? ജീവൻ മാത്രം മതി, നിത്യജീവൻ മാത്രം മതി അല്ലേ? നിത്യജീവനേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത് ആദ്യം ഇറങ്ങുമ്പോഴൊക്കെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം വായിക്കണം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ. അതിനകത്ത് ആ ഭാവി ഓടുകയാണ്. എന്ത് ഈ ഭാരമെല്ലാം കൊണ്ട്, പാപത്തിന്റെ ഭാരമെല്ലാം തോളിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോൾ അയാളുടെ പല പല ഓഫർ അയാളുടെ ചുറ്റും വന്നപ്പോൾ അയാൾ നിത്യജീവനേ എന്ന് പറഞ്ഞുകൊണ്ട് അത് നോക്കാതെ എന്ത് ചെയ്യുക? അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം ഇറങ്ങുമ്പോഴത്തെ മതി, അവൻ നിത്യജീവൻ മതി, എങ്ങനെങ്കിലും അങ്ങ് നിത്യത ചെന്നാൽ മതി, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിറങ്ങും. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ നന്മ പ്രാപിക്കുമ്പോൾ, ഇടത്തും വലത്തിരുന്ന് ആരാധിക്കുന്നവരൊക്കെ ഉയർച്ച പ്രാപിക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, നിത്യതയൊക്കെ പിന്നെ മതി, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം അല്ലേ? അങ്ങനൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ക്രൈസിസ് ഉണ്ടാകും. ഈ ചോദ്യം വരും അല്ലേ? ഏത് ചോദ്യം? ഞങ്ങൾ രട്ടുടുത്ത് നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനമുള്ളൂ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മലാക്കി ആകട്ടെ, ദൈവമാകട്ടെ, ഇങ്ങനെ ഉള്ളവരോട് ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരൊന്നുമല്ല. ആണോ? അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവം എന്നെ സ്നേഹിച്ചു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണമല്ലാതെ രണ്ടാമതൊരു കാരണത്താൽ ദൈവത്തെ ആരാധിക്കാൻ വരരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് മുമ്പേ പാടി കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനകത്തെ വരികൾ ഏറെ ശ്രദ്ധേയമാണ്. പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ നമുക്ക് വ്യക്തമല്ല അല്ലേ? നാളെ ഓർത്ത് ഭാരമോ, നാളുകളേറെ ഇല്ലിനി, കാഹളധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തറ. എന്താണ് അർത്ഥം? അത് നാളെ ഓർത്ത് ഭാരമാണോ? ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ, ചിന്തിക്കുമ്പോൾ പണ്ടുള്ള പിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു രോഗിയായി കഴിയുമ്പോൾ, ഒരു വലിയ കടഭാരം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം ദൈവത്തിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, അവിടുത്തെ പണ്ടത്തെ പിതാക്കന്മാർ, കൃപ പ്രാപിച്ച ദർശനമുള്ള വെളിപ്പാടുള്ള നമ്മുടെ പിതാക്കന്മാർ, ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രായമുള്ള മാതാക്കൾ, പിതാക്കന്മാർ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. കുഞ്ഞെ, നിനക്ക് രോഗമാണോ? മകളെ, നിനക്ക് കടമാണോ? പ്രിയപ്പെട്ടവരെ, നിനക്ക് പ്രശ്നമാണോ? പോരാട്ടമാണോ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എല്ലാം മാറുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ആദ്യം പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഭാരപ്പെടേണ്ട, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കഷ്ടം അധിക നേരമില്ല, നമ്മുടെ പ്രയാസങ്ങൾക്ക് അധിക ആയുസില്ല, വേഗം നമ്മുടെ കർത്താവ് വരും. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ വചനം കൊണ്ട് അന്യോന്യം എന്ത് ചെയ്തു കൊള്ളണം? ആശ്വസിച്ചു കൊള്ളണം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എന്ത് ചെയ്യും?
മരിച്ചവർ മുമ്പ് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അക്ഷയരായി രൂപാന്തരം പ്രാപിച്ച്, കണ്ണു വെക്കുന്നൊരു രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ചോദ്യമുള്ളത്. കർത്താവേ, ഞാൻ ഉപവസിച്ചത് കൊണ്ട്, ഞാൻ ദശാംശം കൊടുത്തത് കൊണ്ട്, ഞാൻ സുവിശേഷ വേല ചെയ്തത് കൊണ്ട്, ഞാൻ രട്ടെടുത്ത് ഉപവസിച്ചത് കൊണ്ട്, ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട്, ആമേ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഒക്കെ എന്ത് പ്രയോജനം? ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നു? അഭ്യുദയം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് മാത്രം ഒരു ഉയർച്ചയില്ല. എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോഴാണ്. മലാക്കി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കി, നമ്മൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മൾ എന്തിനാ ദൈവത്തെ സേവിക്കുന്നത്? നമ്മൾ എന്തിനാ ദൈവസന്നിധിയിൽ വന്നത്? അതിൻ്റെ പ്രധാന വിഷയം വിട്ടിട്ട് അപ്രധാനമായ സംഗതികളിലേക്ക് നമ്മൾ തിരിയുക. അവിടെയാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് ചോദ്യമുണ്ടാകുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് കൃപയിൽ ഇല്ലാത്തത്? അവർക്ക് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വിട്ടുപോയി. എന്തിനാ സഭയിൽ പോകുന്നത്? എന്തിനാ ചർച്ചയിൽ പോകുന്നത്? എന്തിനാ ആരാധിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നതൊക്കെ ചോദിച്ചാൽ അവൻ അത് അനുഗ്രഹിക്കപ്പെടാനാണെന്നാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. എന്താ അനുഗ്രഹം? അനുഗ്രഹത്തിന് ഒത്തിരി വ്യാഖ്യാനമാണ്, ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അനുഗ്രഹത്തിന് ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അനുഗ്രഹത്തിന് ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. കാറൊരു അനുഗ്രഹമാ, വീട് അനുഗ്രഹമാ, തോട്ടങ്ങൾ അനുഗ്രഹമാ, നല്ല ജോലി അനുഗ്രഹമാ, ബാങ്ക് ബാലൻസ് അനുഗ്രഹമാണ്. നമ്മൾ കേൾക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ഒക്കെ അനുഗ്രഹമായിട്ട്, അതാണ് അനുഗ്രഹം. ആരോഗ്യം അനുഗ്രഹമാണെന്നാ പറയുന്നത്. നിലനിൽക്കാത്ത താൽക്കാലികമായത്, അല്പായുസിൽ മാത്രം ലഭിക്കുന്നത്, നിത്യതയിലേക്ക് കൂട്ടിവെക്കാൻ ഒന്നുമില്ലാത്ത പലതിനെയും ദൈവത്താലുള്ള അനുഗ്രഹമാണെന്നും ദൈവത്തെ സേവിക്കുന്നവർ കിട്ടുന്ന അനുഗ്രഹമാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പഠിപ്പിക്കലുകൾ ഇക്കാലത്ത് വന്നതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് സഭക്കാരും നാട്ടുകാരും പറയും. അതുകൊണ്ട് കടം മേടിച്ചാണേലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്തെന്ത് ചെയ്യണം? എല്ലാവരുടെ മുമ്പേ സ്ഥാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ ഒരു ദുരന്തം അതാണ്. സഭയിൽ 50 കുടുംബങ്ങളുണ്ടെങ്കിൽ 49 കുടുംബവും ഗൾഫിലും ലണ്ടനിലും UK-യിലും അമേരിക്കയിലും ഒക്കെ പോയി അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ഒരുത്തം മാത്രം അല്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ 49 കുടുംബവും തുറിച്ചു നോക്കുക. അവരെ നോക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നിർമ്മലനാണ്, കള്ളത്തരത്തിനും വഞ്ചനയ്ക്കും ചതിക്കുമൊന്നും പോകാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ദൈവത്തെ ആരാധിച്ച് കിട്ടുന്ന ദൈവത്തിന് കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി നിന്നിട്ടും പൗതിയും അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാക്കുകയാ എന്തോ കാര്യമായ പ്രശ്നം എനിക്ക് ഇയ്യോബിനും അങ്ങനെ തോന്നിയതേ. ഇയ്യോബിനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചു. 7 ദിവസം ഇരുന്ന് കരഞ്ഞ കൂട്ടുകാരുടെ ആത്മാർത്ഥത നിങ്ങൾ ഓർത്തോണം അല്ലേ? നമ്മൾ 7 മിനിറ്റ് ഇരിക്കുമോ? ചൊറിഞ്ഞ് സോറിയാസിസ് വന്ന് ചൊറിഞ്ഞ് പുഴുത്തു നീറുന്ന ആ നാറുന്ന സഹോദരന്റെ അടുത്ത് 7 മിനിറ്റ് നമ്മൾ പോയിരിക്കത്തില്ല. 7 ദിവസം മിണ്ടാതിരുന്ന് കരഞ്ഞ ആ സ്നേഹിതന്മാർ, അത്രയും വലിയ സ്നേഹിതന്മാർ വേറെ ആരുണ്ട്? എന്നാൽ അവര് പോലും തോന്നിപ്പിച്ചു അവൻ ഭക്തനായി വിശുദ്ധനായി ജീവിക്കുന്ന ആ ഇയ്യോബിന് അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇയ്യോബിനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കോംപ്ലക്സ് നമ്മുടെ തലയ്ക്കകത്ത് കയറരുത് മക്കളെ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ആ ശക്തമായൊരു കോംപ്ലക്സ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കും. കാറില്ലയോ? ആമേൻ. നിന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമാ, എല്ലാവരും വീട് വെച്ചു, നീ എന്നാ സഹോദര വീട് വെക്കാഞ്ഞത്? നിനക്കെന്തോ കാര്യമായ കുഴപ്പം ഉണ്ട്, നിന്റെ പാപം കൊണ്ടാ സഹോദരി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു പ്രത്യേക രീതി കുഴപ്പിച്ചു കളയും. ഹല്ലേലൂയ. ആമേൻ. കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ
പാപം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. കർത്താവ് ഇവിടെ പറയുക, എൻ്റെ കയ്യിൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്, നിന്റെ കാര്യം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, സമയമാകുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തിക്കോളാം. അപ്പൊ ഇങ്ങനെ ഈ കോംപ്ലക്സ് ഉണ്ടാക്കി ഉയർത്തിയാണല്ലോ എല്ലാവരും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലേ? ആമേൻ, സ്തോത്രം. നമ്മളെ കൊണ്ട് അന്യഭാഷ പറയിക്കാനും, നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കാനും, നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ളത് എടുപ്പിക്കാനൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അങ്ങനെ കുറ്റപ്പെടുത്തി എന്തൊക്കെയോ പോരായ്മയുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് നമ്മളെ കൊണ്ട് വേണമെങ്കിൽ കടം വരെ മേടിപ്പിക്കും, ഇല്ലേ? സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേൻ, ഇന്നാരിത്ര കൊടുത്തു, ഞാൻ മാത്രം 500 കൊടുത്തുള്ളൂ. എന്തൊരു ധാരണ ഉണ്ടാകാതിരിക്കാൻ ചാടിക്കേറി 5000 പറയും. എന്നിട്ട് ഈ 5000 ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പട്ടിപ്പലിശക്കാരനോട് കടം വാങ്ങിക്കുക. എന്താ? ഒരു ധാരണ ഉണ്ടാക്കി, ഇല്ലേ? നിനക്കെന്തോ പോരായ്മ ഉണ്ടെന്ന് സഭയ്ക്കകത്ത് ധാരണ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാ ഇന്ന് നടക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. മലാക്കി ആ കൂട്ടത്തിൽപ്പെട്ടവനല്ല, ആ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകനല്ല. നമ്മൾ ഓർത്ത് പറയണം. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ശൂന്യതകൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ഞെരുക്കങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ ഒക്കെ ദൈവത്തിന് അറിയാവുന്നതുപോലെ ഒരു പ്രവാചകനും അറിയത്തില്ല, ഒരു പാസ്റ്റർക്കും അറിയത്തില്ല, ഒരു സഭയ്ക്കും അറിയത്തില്ല. ഈ അവന്റെ സ്നേഹിതന്മാർക്ക് അറിയാത്ത പോലെ ഒരു കൂട്ടുകാരനും അറിയത്തില്ല. എന്നാൽ കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നടുവിലാണെങ്കിൽ പോലും ഞാൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് അവന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നുകൊള്ളാം. എനിക്ക് ഈ ലോകത്തിൽ ഒരു നേട്ടം ഉണ്ടായില്ലെങ്കിലും എനിക്ക് നിത്യജീവൻ മതി, എനിക്ക് എൻ്റെ കർത്താവിനെ നേടിയാൽ മതി എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അതിനൊരു ഉറപ്പ് വേണം, അതിനൊരു ധൈര്യം വേണം. മനസ്സിലായോ? ധൈര്യം വേണം. ദരിദ്രനായിരിക്കാൻ ഒരു ധൈര്യം വേണം. ഉണ്ട നിറഞ്ഞവരെ ഇടയിൽ വിശന്നിരിക്കാൻ എന്ത് വേണം? ധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം എവിടെ നിന്ന് തരുന്നറിയാമോ? കർത്താവ് തരുന്ന ധൈര്യമാ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ധൈര്യമാ. ഈ ലോകം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിനക്ക് കാര്യമായ കുഴപ്പമുള്ളത് കൊണ്ടാ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തത്. നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ടാ നീ ഉയർച്ച പ്രാപിക്കാത്തത്. നിന്റെ സഹോദരങ്ങളൊക്കെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടല്ലോ, പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കും. മലാക്കി ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇന്നത്തെ പ്രശ്നമല്ല, അന്നത്തെ പ്രശ്നം അതാ. പണ്ട് മുതലുള്ള പ്രശ്നമാണ്. സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാത്. അല്ലെങ്കിൽ അതിനകത്ത് സ്തോത്രം വെളിപ്പാട് കിട്ടിയ ദൈവമക്കൾ പണത്തെക്കാളും ഭൗതിക നന്മകളെക്കാളും ലോകത്തിലുള്ള സകല അനുഗ്രഹങ്ങളെക്കാളും കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധമാണ് വലുതെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ കൃപയിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർ വീഴും, അല്ലാത്തവർ തകരും, ലോകത്തിന്റെ പുറകെ പോകും. തന്ത്രങ്ങളും ഉപായങ്ങളും പ്രയോഗിച്ച് അവർ ലോകത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കും. ഒരു ഭക്തൻ അവന് വേണ്ടത് ദീർഘക്ഷമയ, കാത്തിരിക്കണം. സമയമാകുമ്പോൾ എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യും? ഉയർത്തും. സാത്താന്റെ വലിയൊരു കെണി എന്നറിയാമോ? സഭയ്ക്കകത്തേക്ക്, ദൈവമക്കളുടെ കൺവെൻഷൻ സ്റ്റേജിലേക്ക്, ദൈവസഭയ്ക്കകത്തേക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തേക്ക് തൻ്റെ പ്രവാചകന്മാരെ കയറ്റിവിട്ടിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന, ഭക്തരായി ജീവിക്കുന്ന, പാവപ്പെട്ട, വലിയ മെച്ചമൊന്നും ലോകപ്രകാരമില്ലാത്ത വിശ്വാസികളിലേക്ക് താനൊന്നുമല്ല, അതെന്തോ പോരായ്മ കൊണ്ടാണെന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മാനസികമായി തകർത്ത്, ആത്മീയമായി തകർത്തിട്ട് അവന് ലോകത്തിന്റെ മോശപ്പെട്ട വഴികളിലേക്ക് ധനസമ്പാദനത്തിനായിട്ട് തിരിച്ചുവിടാൻ ഒരു പ്രേരണ ഉണ്ടാക്കും. ഇതിനെ ദൈവമക്കൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് വരുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പിന്നെന്തുവാ? അടുത്ത തന്ത്രമാണ്, ഇല്ലേ? ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല, സഭയും പാസ്റ്ററും ഒക്കെ എന്ത് വിചാരിക്കും, കൂടുതലുള്ളവരെന്ത് വിചാരിക്കും? പിന്നെ ദൈവത്തെ സഹായിക്കുന്നവരുണ്ട് ചിലർ, ഇല്ലേ? സമുദായത്തിലും ജാതീയ പശ്ചാത്തലത്തിലും വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെല്ലാം, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുക, പോരാ, അവരെക്കാളൊക്കെ ഞാൻ എന്ത് ചെയ്യണം? മെച്ചപ്പെടണം, അല്ലെങ്കിൽ ദൈവനാമം എന്ത് ചെയ്യും?
ഇതൊക്കെ ആര് പറഞ്ഞതാ? ദൈവനാമം ഒന്നും ദൂഷിക്കപ്പെടത്തില്ല. ഒരുത്തൻ ദരിദ്രനായി ഇരുന്നാലൊന്നും ദൈവനാമം ദൂഷിക്കപ്പെടത്തൊന്നുമില്ല. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ സാധ്യതയുണ്ട് ദൈവനാമം ദൂഷിക്കപ്പെടാൻ. എന്നാൽ അങ്ങനൊരു ധാരണ ഉണ്ടാക്കാൻ പല പിശാചിൻ്റെ ഏജന്റുമാർക്കും കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വരും? അടുത്ത തന്ത്രം പ്രയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ സഭയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടാക്കും. പിന്നെന്തുവായി? കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു, ഇല്ലേ? കള്ളപ്പലിശയ്ക്ക് പോകുന്നു. പല പരിപാടികളാണ്. എങ്ങനെയെങ്കിലും ഒപ്പമെത്തണം, അല്ലേ? മുന്നിലെത്തിയില്ലെങ്കിലും ഒപ്പമെത്തണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണ് സഭയിൽ സാക്ഷ്യമില്ലാതാകുന്നത്. അനേക ദൈവമക്കൾ തകർന്നു പോകുന്നത്. അങ്ങനാണ്. അവിടെയുള്ള ചോദ്യത്തിന് മലാക്കിയുടെ മറുപടി പറയുക, അല്ലേ? മലാക്കിയുടെ മറുപടിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം. അവരുടെ ചോദ്യം അതാ. വിശുദ്ധന്റെ ചോദ്യമാ, ഭക്തന്റെ ചോദ്യമാ, നീതിമാന്റെ ചോദ്യമാ. ഈ മലാക്കി മാത്രമല്ല ചോദിച്ചത്, എത്ര പേര് ചോദിച്ചേക്കുന്നില്ലേ? എത്രയോ പേര് ചോദിച്ചത്. എല്ലാതും വായിക്കാൻ സമയമില്ല. യെരമ്യാ 12 എടുത്തേ. യെരമ്യാ പ്രവചനം 12:1. വേഗം വായിച്ചു വരും, നമുക്ക് അവസാനിപ്പിക്കും. ന്യായത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയന്മാരായിരിക്കുന്നു. നീ ആ ദുഷ്ടന്മാരെ നട്ടു, അവർ വേരൂന്നി വളർന്ന ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനാണ്, അന്തരംഗത്തിൽ ആരാ? ദൂരസ്ഥനാ. മനസ്സിലായോ? അവരെ വാ കൊണ്ടെന്താ? ഇങ്ങോട്ട് വന്ന വഴിക്ക് ദൈവാത്മാവ് എന്നോട് അങ്ങടപെട്ടു, ഇങ്ങനെ ഇടപെട്ടു എന്നൊക്കെയാ പറയുന്നത്, അല്ലേ? വായിൽ ആരാണ്? സമീപസ്ഥനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു BMW കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ വാ കൊണ്ടാരാണ്? ദൈവം അടുത്ത ആളാണ് അവർക്ക്. എന്നാൽ ഹൃദയത്തിൽ ദൈവവുമില്ല, ദൈവഭയവുമില്ല. ഇതൊക്കെ ദൈവം കൊടുത്തതുമല്ല കേട്ടോ. സമീപസ്ഥനാണ്. അടുത്തത് ആ ഒരു ഉറപ്പ് മതി. എന്നാൽ യഹോവേ നീ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടോ? അതാ നമുക്ക് വേണ്ടത്. നമുക്ക് വലിയ വലിയ നേട്ടമൊന്നുമില്ല, വലിയ അനുഗ്രഹമൊന്നും വേണ്ട, വലിയ ബ്ലെസ്സിംഗ് ഒന്നും വേണ്ട. ഒരു കാര്യം മതി. യഹോവേ എന്നെ നീ എന്ത് ചെയ്യുന്നു? അറിയുന്നു. പിന്നെ നീ എന്നെ കണ്ടു. നിന്റെ സന്നിധി അല്ല ഹൃദയത്തെ എന്ത് ചെയ്തു? ശോധന ചെയ്തു. അത് മതി. ദൈവം അറിഞ്ഞാൽ മതി, അല്ലേ? അവരെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവരെ വിടുവി. അവരുടെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെന്ത് ചെയ്യും? സമയമാകുമ്പോൾ കർത്താവ് ഉയർത്തിക്കൊള്ളുമെന്ന്. അപ്പൊ യെരമ്യാവിന്റെ ചോദ്യം കേട്ടോ. ദുഷ്ടന്മാരെ നട്ടു വളർത്തി ഫലം കായ്പിക്കുകയാണോ കർത്താവേ എന്നൊരു ചോദ്യം. യെരമ്യാവ് യോബ് വായിച്ചു. യോബിനെ കൊണ്ടത് പറയിപ്പിച്ചതാ കേട്ടോ. യോബ് 21:7 വായിച്ചു. വേഗം വായിച്ചു വിട്ടേ. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് കേട്ടോ, ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുന്നു, അവർക്ക് ബലം വർദ്ധിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിശ്വാസി അധികം പ്രായമാകാതെ ക്യാൻസറൊക്കെ പിടിച്ച് മരിച്ചു പോവാ. നല്ല ഭക്തനായിരുന്നു. നമ്മൾ ഞെട്ടിപ്പോയില്ലേ? അയ്യോ, ഇത്രയും പ്രാർത്ഥിക്കുന്ന, ഇത്രയും വിശുദ്ധനായ ആ മനുഷ്യൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് മരിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചതൊക്കെ നമ്മൾ ചോദിക്കും, അല്ലേ? ദുഷ്ടന്മാരിതേ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്താ? അടുത്ത വാക്യം. ആണ് അവരുടെ സന്താനം അവരോടുകൂടെ അങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ കളിച്ച് വളരുക. മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ തലമുറയ്ക്ക് വേണ്ടി വിശുദ്ധൻ എന്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വാക്യം. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ആരുടെ? ദുഷ്ടന്മാർ. അടുത്തത് ദൈവത്തിന്റെ വാടി അവരുടെ മേലെ ചെയ്യുന്നില്ല, വീഴത്തില്ല. കാര്യം എന്താ? ഞാൻ നേരത്തെ വരുന്നുണ്ട് വീടിക്കുക. കാരണം തൂക്കക്കൊല്ലാൻ വിരിച്ചിരിക്കുന്നവരെ എന്ത് ചെയ്യണ്ട, ഇടിക്കേണ്ട കാര്യമില്ലെന്ന് എസ്ഐക്കറിയാം, അല്ലേ? അതുകൊണ്ടാണ് അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമാക്കി. ദൈവത്തിന്റെ വഴി അവരുടെ മേലെ വരുന്നില്ല. അടുത്തത് നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശു ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത വാക്യം. ആട്ടുംകൂട്ടത്തെ പോലെ എന്ത് ചെയ്യുന്നു? മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ജീവിക്കുക. അവരുടെ പൈതങ്ങൾക്ക് കണ്ണുനീരല്ല, പകരം നൃത്തം ചെയ്യുക, അല്ലേ? അടുത്ത വാക്യം. അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു, കുഴലിന്റെ നാദത്തിങ്കൽ
ഇതെല്ലാം നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാ ഈ കാലഘട്ടത്തിൽ അല്ലേ. അറിയാതെ അയൽവക്കത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പോകുന്ന വഴിക്ക് വലിയ ബംഗ്ലാവ് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചോദ്യമാണ്. അടുത്ത് അവർ സുഖമായി നാൾ കഴിക്കുന്ന മാത്രം കൊണ്ട്, ആ വാക്യം സുഖമായി നാൾ കഴിക്കുന്ന, അടുത്തത് നിമിഷ നേരം കൊണ്ട് മാത്രം കൊണ്ട് പാതാളത്തിലേക്ക് അവിടെ നിർത്തുക. അപ്പോൾ ഇയ്യോബിനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചു അല്ലേ. ആമേൻ. ആരാ ചോദിപ്പിച്ചെന്ന് അറിയാമോ? കൂട്ടുകാരാ അല്ലേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആമേൻ. സങ്കീർത്തനം എടുത്ത് 73:2 വേഗം വായിച്ചാട്ടെ. 73 സങ്കീർത്തനം 2 വാക്യം. സമയം പോകുന്നു, വായിച്ചാട്ടെ. എന്റെ കാലുകൾ ഏകദേശം എന്ത് ചെയ്തു? ഭക്തനാ പറയുന്നത്, കാലുകൾ ഏകദേശം ഇടറി. ഏറെക്കുറെ വഴുതിപ്പോയി. മൊത്തം വഴുതിപ്പോയില്ല, ഏറെക്കുറെ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് എന്ത് തോന്നി? അസൂയ തോന്നി. അടുത്തത്, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു അല്ലേ. ഉരുണ്ടിരിക്കുന്നു. അപ്പൊ തടിച്ച് ഉരുണ്ടിരിക്കുന്നതെല്ലാം ദുഷ്ടന്മാരാണോ? വെളിഞ്ഞിരിക്കുന്ന നീതിമാന്മാരുമാണോ? അല്ലല്ലോ. അടുത്ത വാക്യം. അവർ മറ്റു മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, ബാധിക്കപ്പെടുന്നുമില്ല. അടുത്ത വാക്യം. ഡംഭവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ എത്തിയിരിക്കുന്നു, ചുറ്റിയിരിക്കുന്നു. അടുത്തത്, കേട്ടോ, അവരുടെ മുഖത്തെ പ്രസരിപ്പും മുഖത്തെ പുഷ്ടിയൊക്കെ അല്ലേ. പുഷ്ടി കൊണ്ട് പൊന്തി നിൽക്കുന്ന അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്ത് ചെയ്യുക? അത് കവിഞ്ഞ മൊഴിയും വെളി വരിക. ദുഷ്ടം പറയുവാണ്, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ളവർ പറയുകയാണ്, അവരുടെ എനിക്കൊരു കാറ് വാങ്ങിക്കണം, 1000 ഏക്കർ എസ്റ്റേറ്റ് തമിഴ്നാട്ടിൽ മേടിക്കണം ഇല്ലേ, ബാംഗ്ലൂര് എനിക്കൊരു ഫാക്ടറി തുടങ്ങണം എന്നങ്ങ് നമ്മളോടങ്ങ് പറയുക. നമ്മളാരാ? നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കണ്ണു കുഴിഞ്ഞിരിക്കുന്ന വിശ്വാസിയാണ്. അവരുടെ നിരൂപണങ്ങൾ കവിയുന്നു, ഒഴുകുന്നു, വായിക്കൂടെ ഒഴുകുക അല്ലേ. ഞങ്ങൾക്ക് അവിടെ ഇത്ര ഏക്കറുണ്ട്, ഇവിടെ ഇല്ലേ. വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കേൾക്കാൻ ഒത്തിരി രസമാണ്. ഇവിടെ ഇത്ര ഏക്കർ, അവിടെ കാണുന്ന ആ ഒരു 8 മുറി കട എൻ്റെയാ, ആ ഫാക്ടറി എൻ്റെയാ, ഇനി ഞാൻ അത് ചെയ്യാൻ പോവോ, ഇത് ചെയ്യാൻ പോവോ എന്നൊക്കെ ആരോടാ പറയുന്നേ? നമ്മളോട് അല്ലേ. അടുത്ത വാക്യം. ഇതിലൂടെ കവിഞ്ഞൊഴുകുന്നു, അവർ പരിഹസിച്ചു, ദുഷ്ടതയോടെ എന്ത് പറയുന്നു? ഭീഷണി പറയുന്നു. ഉന്നത ഭാവത്തോടെ അവരെന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. കേട്ടോ, അവർ ആകാശത്തോളം അങ്ങ് വായുയർത്തും, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അവർ ആകാശത്തോളം ഉയർത്തിക്കളയും ദുഷ്ടന്മാരല്ലേ. എവിടെ ആയിരുന്നു? ഇന്നലെ ഞങ്ങൾ കുളുമണാലിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചായ കുടിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. പിള്ളേരെല്ലാം അവിടെ പോയി, ഞങ്ങൾ അവിടെ ആയിരുന്നു, നിങ്ങൾ ഇവിടെ ആയിരുന്നു അല്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പം ആരോടാ പറയുന്നത്? പാവം പിടിച്ച, പ്രാർത്ഥിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന പാവം പിടിച്ച ദൈവത്തിനോട് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. ഈ വാക്യം ശ്രദ്ധിച്ചാണ്. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ഏതിലേക്ക്? അവരെ പോലെ ആക്കുന്നു. എന്നിട്ട് അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. അടുത്ത വാക്യം. മതി. ഇനി ഒത്തിരി വിശദീകരിച്ച സമയം ഒത്തിരി. അവർ ഇതിലേക്ക് തിരിക്കുന്നുണ്ട്. ഏതുകൊണ്ട്? നാവ് കൊണ്ട് അല്ലേ. കേട്ടിട്ടില്ലേ പ്രിയമുള്ളവർ? ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു സൈക്കിളിലായിരുന്നു. 3 വർഷത്തിനുള്ളിൽ 4 വീലുള്ള വണ്ടിയിൽ ദൈവം എന്നെ നടത്തും. നിങ്ങളും പ്രാർത്ഥിക്കണം. എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അവരതിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. കണ്ടോ, അവരെന്ത് ചെയ്യാണ്? അതിലേക്ക്. അന്നേരം പറയണം, പാസ്റ്റർ ആ 4 വീലേ നടന്നു, ഞങ്ങൾ 2 കാലേ നടന്നോളാം, കർത്താവ് തരുമ്പം തന്നാ മതി എന്ന് പറയണമെങ്കിൽ അപാര ധൈര്യം വേണം. കോംപ്ലക്സ് അടിച്ചിരിക്കുന്നവരുണ്ട്. ശരിയാ പാസ്റ്ററെ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ഉപസിക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ മുട്ട വീഴുക പാസ്റ്ററിന് മുമ്പിൽ. കേട്ടോ, ആമേൻ. എനിക്ക് ഇത് മതി, എനിക്ക് തൃപ്തിയാ, എനിക്ക് നിത്യതയാ വിഷയം എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം തരണം. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. അപൂർവം ചിലരെ പറയത്തുള്ളൂ. കാര്യം എന്നറിയോ? അതുപോലെ അവരകത്ത് വചനമുണ്ട്. അവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരാ. മേളത്തെ വാക്യം വായിച്ചേ. അവരെന്ത് ചെയ്യാണ്? അവർ ജനത്തെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ഏതുകൊണ്ട്? വാക്കുകൊണ്ട്, നാക്കുകൊണ്ട് അവർ ജനത്തെ അതിലേക്ക് തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം 80 വയസ്സുകൊണ്ട് അല്ലെങ്കിൽ 75 വയസ്സുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് വെറും കയ്യാ ഇതിലെ പോകേണ്ടവരാ അല്ലേ. സ്തോത്രം.
അപ്പോൾ ഇവിടെ സെയിം പ്രശ്നമാണ് സങ്കീർത്തനക്കാരൻ അല്ലേ. ഒരാളുടെ കൂടെ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഒരാളുടെ പ്രശ്നം ആരാണ്? ഹബക്കൂക്ക് 1:13 നമുക്കറിയാം. വേഗം വായിച്ച് 5 മിനിറ്റുള്ള വേഗം വായിച്ചാൽ. ഹബക്കൂക്ക് 1:13 ദോഷം കണ്ടുകൂടാതെ വണ്ണം പീഡനം കാണാൻ കഴിയാത്തവരുമായുള്ളവേ മിണ്ടാതിരിക്കുന്നതും ദ്രോഹം പ്രവർത്തിക്കുന്നവരെ വെറുതെ നോക്കുക. പീഡനം കാണാൻ കഴിയാത്തവനായുള്ള കർത്താവേ ഇല്ലേ. അടുത്ത വാക്യം വായിച്ച് 14 വാക്യം. മത്സ്യങ്ങളെ പോലെ അതിന് ലളിയാതിയെ പോലെ ആക്കുന്നത് ചോദ്യമാണ്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യമാണ് അല്ലേ. ദുഷ്ടൻ ഇങ്ങനെ വളർന്ന് ഒത്തിരി വായിക്കാൻ സമയമില്ല. ബാക്കിയുള്ളതൊന്നും ഇനി വായിക്കണ്ട, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊരു സെയിം ചോദ്യമാണ്. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നീതിമാനെ ഇത് ചോദിക്കത്തുള്ളൂ, ദുഷ്ടൻ ചോദിക്കൂ. ഈ ചോദ്യം ദുഷ്ടന്മാരാരും ചോദിച്ചിട്ടില്ല ബൈബിളിൽ അല്ലേ. എന്നാൽ നീതിമാൻ വെറും നീതിമാനല്ല, ദരിദ്രനായ നീതിമാന്മാരാ പലരും ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താ കണ്ടെന്നറിയാമോ? പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ ജീവൻ നയിച്ചിട്ട് പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടാത്തൊരു കൂട്ടരുണ്ട് അല്ലേ. പ്രാർത്ഥിച്ചിട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് വചനപ്രകാരം ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സമ്പന്നരാകാത്ത, ഉയർച്ച പ്രാപിക്കാത്ത, അനുഗ്രഹിക്കപ്പെടാത്ത, ലോകപ്രകാരം അനുഗ്രഹിക്കപ്പെടാത്ത പലർക്കിടെ ഒരു ചോദ്യമായത്. എന്നാൽ ഇത് പകൽ ഓർത്തു പറയണം, ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആ ചോദ്യം ചോദിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. കാര്യം എന്താ? ഇതിനു വേണ്ടിയിട്ടാണോ ഇറങ്ങിയെന്ന് കർത്താവ് മറുചോദ്യം ചോദിച്ചാൽ നമ്മൾ തലകുനിക്കേണ്ടതായിട്ട് വരും. കർത്താവ് ചോദിക്കും, ഞാൻ ക്രൂശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ, നീ എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണോ? നീ എന്തിനു വേണ്ടി ഇറങ്ങിയത് എന്ന് മറുചോദ്യം ചോദിച്ചാൽ ഈ പരാതിയുമായിട്ട് എന്ത് ചെയ്യും? തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതാ മലാക്കി പറയുന്നത്. മലാക്കി അതിൻ്റെ സൊല്യൂഷൻ പറയുന്നുണ്ട്. വായിച്ചാട്ട്. മലാക്കി നമ്മൾ എടുത്ത വാക്യം. മലാക്കി 3:14 14 വായിച്ചു. ഞങ്ങൾ യഹോവയ്ക്ക് 14 വാക്യം 3:14 യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത ഭർത്താവ് ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുമായി കറുപ്പെടുന്നതിനാൽ എന്ത് പ്രയോജനമുള്ളൂ എന്നുള്ള ചോദ്യം. അടുത്ത വാക്യം പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം ചെയ്യുന്നു, പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അടുത്ത വാക്യം. ഈ പറയുന്നതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? കണ്ടു അവിടെ മറുപടി എവിടെ മുതൽ ആരംഭിക്കുക? 1, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന ആര് കേൾക്കുന്നു? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും മക്കളും മാതാപിതാക്കളും മക്കളും വിശ്വാസികൾ തമ്മിൽ ദൈവദാസന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ പ്രാർത്ഥിച്ചിട്ടും ഇല്ലായ്മകളും വല്ലായ്മകളും പ്രശ്നങ്ങളുമാണല്ലോ. കർത്താവ് എന്തുകൊണ്ടൊരു മുന്നേറ്റമില്ല? ഞങ്ങൾ ഭക്തരായി വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് മെറ്റീരിയലായിട്ടോ സ്പിരിച്വലായിട്ടോ ഇല്ല എന്ന് തമ്മിൽ പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്? അതാ ഒന്നാമത്തെ ഉത്തരം. ഇതെല്ലാം ആര് കേൾക്കുന്നു? കർത്താവ്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 2026 അവൻ നമുക്ക് അല്പം പോരായ്മകളും വിഷമങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ നടുവിൽ നമ്മൾ പറഞ്ഞത് ആര് കേട്ടിട്ടുണ്ട്? കർത്താവ് കേട്ടിട്ടുണ്ട്. ആമേൻ. സമയമാകുമ്പോൾ അത് കേട്ടതിന് മറുപടി കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, യഹോവ ഭക്തന്മാർക്ക് അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ എന്തുണ്ട്? ഒരു ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പിറുവിറുക്കാൻ നമുക്ക് യോഗ്യതയില്ല, ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നമുക്ക് യോഗ്യതയില്ല. എങ്കിൽ പോലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത് അത് ആര് കേൾക്കുന്നുണ്ട്? കർത്താവ് കേൾക്കും. രണ്ടാമത് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കേട്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നു പോകുന്നതല്ല, കർത്താവിന് മറവിയിട്ടല്ല, അത് കർത്താവ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത്, ഇനി ഭക്തന്മാർക്ക് ഇപ്പോഴല്ല അനുഗ്രഹം, ഭക്തന്മാർക്ക് എന്നാ അനുഗ്രഹം? ഉണ്ടാക്കാനുള്ള ദിവസം അല്ലേ? ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് ദ ഡേ ഓഫ് ദ ലോർഡ്. അടുത്ത ആ വാക്യം ഒന്ന് കാണിച്ചേ. താൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവൻ എനിക്ക് എന്തായിരിക്കും? എനിക്കൊരു
നിക്ഷേപമായിരിക്കും. എന്താ നിക്ഷേപം? പ്രത്യേകമായി മാറ്റിവെക്കുന്നതാ, ആരും കാണാതെ തനിക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നതാണ് എന്ത്? നിക്ഷേപം. അല്ലേ? നമുക്കൊക്കെ 3 4 അക്കൗണ്ട് ഉണ്ട്. 2 3 അക്കൗണ്ടിൽ വാടകയും മറ്റു കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ ഒരക്കൗണ്ട് മാത്രം ആർക്കും അറിയത്തില്ല. അല്ലേ? അതെന്താ? അത് മാറ്റിയിട്ടിരിക്കുക പിള്ളേർക്ക് വേണ്ടി. എന്താണ്? നിക്ഷേപമാണ്. ആ അക്കൗണ്ടിൽ അങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും എടുക്കുകയല്ല. കാര്യം എന്താ? അത് നിക്ഷേപമാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലുമൊക്കെ ഒരു കരുതൽ എവിടെങ്കിലും കാണും, അത് നിക്ഷേപമാണ്. അതുപോലെ സ്പെഷ്യൽ ആയിരിക്കും ആര്? തനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരെന്നാ പറയുന്നത്. അതുപോലെ നിശ്ചയമായി സൈന്യങ്ങളെ ചെയ്തു ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന നാലാമത്തെ കാര്യം എന്താ? തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനെ സമയമാകുമ്പോൾ അപ്പൻ എന്ത് ചെയ്യും? ആദരിക്കും. കേട്ടോ? ആദരിക്കുന്ന പോലെ ഞാൻ അവരെ എന്ത് ചെയ്യും എന്ന്. ദ ഡേ ഓഫ് ദ ലോർഡ്. കണ്ടോ? ദൈവസന്നിധിയിൽ പ്രതിഫലത്തിനായി നിൽക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് അവർക്കൊരു പ്രതിഫലമുണ്ട്. 4 കാര്യങ്ങൾ. അടുത്ത വാക്യം. അഞ്ചാമതൊരു കാര്യം എന്താ? അഞ്ചാമത്തെ ഒരു കാര്യം, ഈ സഭയ്ക്കകത്ത് ദുഷ്ടന്മാരുമുണ്ട്, നീതിയന്മാരുമുണ്ട്. ദേശത്താരുണ്ട്? ദുഷ്ടന്മാരുമുണ്ട്, നീതിയന്മാരുമുണ്ട്. അഞ്ചാമത്തെ കാര്യം മലാക്കി പറയുക. ആമേൻ. ഇപ്പോഴല്ല നീ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ഞെരുക്കത്തിലും അപമാനത്തിലും ദൈവത്തെ സേവിക്കുക. അവരൊക്കെ വഷളന്മാരായി നടന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന് ദിവസമാകുമ്പോൾ അന്ന് യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. 5 മറുപടിയാണ്. അല്ലേ? അടുത്ത വാക്യം ഒന്ന് വായിച്ചു വിടാം പെട്ടെന്ന്. ഉണ്ടോ? അത്രേ ഉള്ളൂ. അല്ലേ? സ്തോത്രം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ചുറ്റുപാടുമുള്ളവരൊക്കെ ദുഷ്ടനായാലും നീതിമാനായാലും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു ദൈവവേദന, യഥാർത്ഥ ദൈവവേദനാണ്, പക്വത പ്രാപിച്ച ദൈവവേദനാണെങ്കിൽ അത് കണ്ടുകൊണ്ട് ആരോട് ചോദ്യം ചെയ്യരുത്? ദൈവത്തോട് ചോദിക്കരുത്. കാര്യം എന്താ? ദൈവം ഒരു മറുചോദ്യം ചോദിക്കുക. എന്താ? നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ആരാധിക്കുന്നത്, എന്നെ സേവിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ അവിടെ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും. രണ്ടാമത്തെ കാര്യത്തിൽ മലാക്കി മറുപടി പറയുക. 5 വിധമായ മറുപടി മലാക്കി പറഞ്ഞു. അല്ലേ? പ്രൈസ് ദി ലോർഡ്. 5 കാര്യങ്ങൾ. ആമേൻ. 5 കാര്യങ്ങൾ. ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. ഒരു ദൈവത്തിൻ്റെ ഒരു ദിവസം ഉണ്ട്. ദൈവത്തെ സേവിക്കുന്നവരെന്ന് പറഞ്ഞ് സകലവിധ ദുഷ്ടതയും ചെയ്തിട്ട് ലോകപ്രകാരം നേട്ടമുണ്ടാക്കി ആകാശത്തോളം വാ ഉയർത്തി സ്വയം പ്രശംസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അറിയും നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. യഹോവയെ യഥാർത്ഥമായി സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അന്നറിയും. ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അല്ലേ? അതുകൊണ്ട് നിരാശപ്പെടരുത്. കർത്താവേ, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പ്രമാണത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കഷ്ടത മാത്രമേ ഉള്ളല്ലോ എന്ന് പരാതി പറയണ്ട. ആമേൻ. മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഒരു നിക്ഷേപമായി നമ്മളെ മാറ്റിവെച്ചിരിക്കുക. കർത്താവ് നിത്യതയിൽ നമ്മളെ ഉയർത്തും. നമുക്കൊരു പ്രതിഫലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹൃദയത്തിനകത്ത് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ അതവിടെ അവസാനിപ്പിച്ചോണം. ഒരു കാര്യമുണ്ട്. ആമേൻ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ ഉയർത്തും. നിരാശ പാടില്ല കേട്ടോ. ആമേൻ. സ്തോത്രം. എത്ര ഞെരുക്കമായാലും എത്ര കഷ്ടമായാലും ദൈവത്തിന് നമ്മളോടൊരു നീതിയുണ്ട്, നമ്മളോടൊരു വാഗ്ദത്തമുണ്ട്. ദൈവം നമ്മളെ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. ആമേൻ. ചിലരൊക്കെ വാക്കുകൾ കൊണ്ട് അവരുടെ വഴിയിലേക്ക് നടത്തുവാൻ, ആമേൻ, വക്രതയും വഞ്ചനയും ചതിവും അഡ്ജസ്റ്റ്മെൻറ്റും ലോകമയത്വം ഒക്കെ ജീവിതത്തിൽ കയറ്റിയിട്ട് നമ്മളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിച്ചിട്ട് നമ്മൾ ഭക്തരായതുകൊണ്ട് ഏതാണ്ടൊക്കെ നേടിയെന്ന് പറയിപ്പിക്കാൻ നമ്മളെ വഴിതിരിച്ചു വിടുന്ന ചില ദുഷ്ട ഉപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും കള്ളയിടയന്മാരും ഉണ്ട്. അവർ പറയുന്നത് കേട്ടിട്ട് ആമേൻ ഒരിക്കലും അതിനകത്ത് കുടുങ്ങാൻ പാടില്ല. പ്രൈസ് ഹല്ലേലൂയ. നീ മാത്രം എന്താ നിന്റെ സഹോദരങ്ങളെക്കാൾ, അല്ലേ?
നീ മാത്രം എന്താ സഭയിലുള്ള മറ്റു ദൈവമക്കളെക്കാൾ താണുപോയത് എന്ന് ചോദിച്ച് നമ്മളുടെ ഉള്ളിലുള്ള വികാരത്തെ ഇളക്കി വിട്ടിട്ട് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ, വഞ്ചനയും വക്രതയും കാണിക്കുവാൻ, കടക്കണിയിലാക്കുവാൻ ആമേൻ ഈ ദുരുപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാരൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ദൈവം തരുന്നത് മാത്രം മതിയെന്ന് പറയാൻ ഒരു തൻ്റെ ഇടം കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നമ്മൾ അവിശ്വസ്തരായി പോയാൽ പോലും ദൈവം എന്താണ്? വിശ്വസ്തനാണ്. നമ്മുടെ തലമുറകളിൽ കർത്താവ് അനുഗ്രഹിക്കും. നമ്മളെ കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. വചനം മാറുകയില്ല. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. പിറുപിറുക്കരുത്. ആമേൻ. ചോദ്യങ്ങൾ ചോദിക്കരുത്. ഹൃദയത്തിൽ നിരാശപ്പെടരുത്. കർത്താവ് നമ്മളെ ഉയർത്തും. നമുക്ക് ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വഞ്ചിക്കപ്പെടരുത്. വചനം ധ്യാനിച്ച് കർത്താവിൽ ബലപ്പെട്ടോണം. പരിശുദ്ധാത്മാവിൽ ധൈര്യമായിട്ടെടുക്കണം. ഹല്ലേലൂയ. എനിക്കില്ല എന്ന് പറയാൻ ഭയങ്കര ധൈര്യമാണ്, അല്ലേ? എനിക്ക് ഉണ്ടെന്ന് പറയാൻ ഈസിയാണ്. എനിക്കില്ല എന്ന് പറയാൻ ധൈര്യം വേണം കേട്ടോ. എനിക്ക് പണമില്ല, ഞാൻ സമ്പന്നനല്ല, ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ധൈര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കോംപ്ലക്സുകളെ വല്ലാതെ എടുത്ത് ഉപയോഗിക്കാൻ പിശാചിന് കഴിയും. നമ്മുടെ ഉറക്കം കെടുത്തും, നമ്മളെ നിരാശരാക്കും, ഇല്ലേ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇല്ലേ? അങ്ങോട്ട് കയറി തുറന്ന് കാണുമ്പോൾ തന്നെ കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നു, കൂട്ടുകാർ ഇവിടെ നിൽക്കുന്നു, ബെൻസ ചാരി നിൽക്കുന്നു, ഇല്ലേ? 5 നിലക്കെട്ടത്തിന് മുമ്പിൽ നിൽക്കുന്നു, ബംഗ്ലാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാം അവരവിടെ നിന്നൊക്കെ വെട്ടിയെടുത്തതാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മളൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലില്ലെന്ന് നമുക്കൊരു തോന്നലാണ്, അല്ലേ? നമ്മൾ ഈ കൂട്ടത്തിലില്ല, നമ്മൾ മരിച്ചു പോയോ എന്ന് പോലും നമുക്ക് തോന്നും. അങ്ങൊരു കോംപ്ലക്സ് ഉണ്ടാക്കിയെടുക്കും. എനിക്ക് ഏതാണ്ടൊക്കെ പോരായ്മയുണ്ടെന്നൊരു തോന്നൽ, അല്ലേ? മാസ്റ്റർമാർക്കും ഉണ്ട്, വിശ്വാസികൾക്കും ഉണ്ട്. അതുകൊണ്ട് കള്ളക്കടം മേടിച്ചാണെങ്കിലും എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാണെങ്കിലും എനിക്കും പോസ്റ്റ് ഇടണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തെ, ഈ തലമുറയെ വിവേചിച്ചോണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് കയ്യിലെടുക്കുന്ന ഇങ്ങനെ, അത് പലരെയും കയ്യിലെടുക്കുന്നത് ദൈവദാസന്മാരിൽ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആമേൻ സ്തോത്രം. മലാക്കിയെ പോലെ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ആമേൻ ദൈവഭക്തരായിരിക്കണം. പ്രതികൂലം കൂടുന്തോറും, പ്രശ്നങ്ങൾ വർദ്ധിക്കും തോറും കർത്താവിനെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ഭക്തനായ ഇയ്യോബിനെ കൊണ്ട് പോലും എങ്ങനെ പറയിപ്പിച്ചു? കൂട്ടന്മാരെ നീ അനുഗ്രഹിക്കുന്നു, നീതിമാന്മാരെ ഇങ്ങനൊക്കെ ആക്കുന്നു എന്ന് പറയിപ്പിച്ചു. കണ്ടോ? സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളൊക്കെ വിറ്റ് തിന്നുന്ന പ്രവാചകന്മാരുണ്ട്. മലാക്കി അങ്ങനല്ല കേട്ടോ. മലാക്കി അങ്ങനല്ല, വ്യത്യസ്തനാണ്. ആമേൻ. മലാക്കിൽ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു ദിവസം വരും, നമുക്കൊരു ദിവസം വരും, അന്നറിയും ആമേൻ സ്തോത്രം ആരാണ് യഥാർത്ഥ ആമേൻ സമ്പന്നർ, അല്ലേ? ഭൗതികമായി സമ്പന്നരായി കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞു, ആത്മീയ വിഷയത്തിൽ സമ്പന്നരാകാതെ, അല്ലേ? ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ നാണം കെട്ടുപോകും. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ വിലപ്പെട്ട ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവനെന്ത് പ്രയോജനം? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. ദയവായി പിശാചിൻ്റെ കെണിയിൽ വീണു പോകരുത്. ശത്രു പിശാച് ദൈവദാസന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും കയ്യിലെടുത്ത് ആമേൻ നമ്മുടെ വിശുദ്ധ ജീവിതം ഇല്ലാതാക്കുവാൻ, നമ്മളെന്തോ കുഴപ്പക്കാരാണ്, നമുക്കെന്തോ തെറ്റുള്ളത് കൊണ്ടാണ്, നമുക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ആമേൻ നമ്മൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞ് ആമേൻ നമ്മളെ കോംപ്രമൈസിന് വിളിക്കും. അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ വീഴ്ത്തും. അവരുടെ വഴിക്ക് അവരെ നമ്മളെ നടത്തും. അവരുടെ വഴിക്ക് വഴിപ്പെട്ടു പോകരുത്. കണ്ണുകളടയ്ക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ട് ആമേൻ. ലോകത്തിന്റെ പുറകെ, പിശാചിന്റെ പുറകെ, ആമേൻ പാപത്തിന്റെ പുറകെ പോകരുത്. ആമേൻ. യഹോവയുടെ ദിവസം വരുന്നു. ആമേൻ. ദി ഡേ ഓഫ് ദി ലോർഡ്. മലാഖി പറയും, ദൈവത്തിന്റെ ദിവസം വരുന്നു. ആമേൻ. എനിക്ക് കർത്താവ് തരുന്ന മതി, ഞാൻ തൃപ്തനാണ് എന്ന് പറയാൻ കഴിയട്ടെ. കർത്താവേ,